എല്ലാ ദിവസവും എൻ്റെ ഓരോ ദാരിദ്ര്യം പറഞ്ഞ് വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഒരു എനിക്ക് പഠിക്കാനുണ്ട്. പിന്നെ ജോലി കഴിഞ്ഞ് വന്ന ഈ കട്ടപ്പാ. ഹലോ, നമുക്കൊന്ന് ഇംഗ്ലീഷ് വലയിൽ കുർബാനയ്ക്ക് പോയാലോ? അതിൻ്റെ ഒരുക്കാൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണേ. അതിൻ്റെ ഇടയിൽ നമുക്ക് കുറച്ച് കഥ പറയാം. ദാരിദ്ര്യം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ? പറയട്ടെ. ഒന്ന് വർത്താനം പറയാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് കാപ്പി കുടിക്കാൻ പോകാൻ, ഒന്ന് ലഞ്ച് ഒരുമിച്ചിരുന്ന് കഴിക്കാൻ നമ്മുടെ വീട്ടുകാരല്ലാണ്ട് വേറൊരു പട്ടിക്കുറുക്കൻ നമുക്ക് ഈ നാട്ടിൽ കണക്റ്റായി കിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അടുത്ത ദാരിദ്ര്യം. ഇത് ഞാനിങ്ങനെ ആലോചിക്കും, നമ്മൾ ഫ്രണ്ട്സിൻ്റെയും കസിൻസിൻ്റെയും ഒക്കെ ഒപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ചിരിച്ച് മറിഞ്ഞ് ശ്വാസം കിട്ടാതെ വയറൊക്കെ പൊത്തിപ്പിടിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇല്ലേ, അതൊക്കെ തീർന്നു. ഇനി എൻ്റെ ജീവിതത്തിലൊന്നും ഇല്ല. വ്യക്തിപരമായ കാരണം കൊണ്ടാണ് എനിക്ക് ഇവിടെ ആരും കിട്ടാത്തതെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിച്ചു തരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് നാട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറേ പേരുണ്ടായിരുന്നു. ഈ ക്യാൻറ്റീൻ വരെ നടന്നിട്ട് പോയി ഒരു കാപ്പി കുടിക്കാൻ, അല്ലെ എച്ചാറിന് കുറ്റം പറയാൻ, അല്ലെ ലഞ്ച് ഷെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ എനിക്കുണ്ടായിരുന്നു. അതിനു വേണ്ടി ഇവിടെ ഇതിൽ ചെന്നാലുണ്ടല്ലോ, കയറുമ്പോൾ തന്നെ ഹലോ ഗോയിങ് കഴിഞ്ഞാൽ ബാക്കിയുള്ള 8 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ എൻ്റെ വോയിസ് ടെസ്റ്റ് ചെയ്യും. ബിക്കോസ് ആ സൗണ്ട് അവിടെ തന്നെ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എനിക്കൊന്നും പറയാനില്ല, വെറുതെ ചിരിക്കാന്നല്ലാണ്ട് വേറെ ഒന്നും എനിക്ക് അവിടെ പറയാനില്ല. എനിക്കും പറയാനില്ല, എന്നോടും പറയാൻ ആളില്ല. പറഞ്ഞ ജോലിയിൽ കയറി ഒരു 1 year ഒക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പേരൊക്കെ എന്നോട് വർത്താനം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വാട്ട്സ് യുവർ കറന്റ് ഫേവറേറ്റ് തിങ് യു വാച്ചിങ് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഏഷ്യാനെറ്റിലെ മഞ്ഞുരുകങ്കാരൻ സീരിയലും ബിഗ് ബോസും മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ബ്രേക്കിംഗ് ബാഡും സ്ട്രേഞ്ചർ തിങ്സ് ഒക്കെ പറയുമ്പോൾ അതൊട്ടും നമുക്ക് ഒട്ടും അറിയൂല്ല. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ വർത്താനത്തിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞു വരും നമ്മുടെ അടുത്ത് ചിലപ്പോൾ ഒരു അടുപ്പം കാണിക്കണതായിരിക്കും. പക്ഷെ അവർ പറയുന്ന തമാശയ്ക്ക് തിരിച്ച് എന്ത് തമാശ പറയണം എന്ന് നമ്മുടെ മനസ്സിലുണ്ട്. പക്ഷേ ലാംഗ്വേജ് പ്രോബ്ലം കാരണം അത് പുറത്തേക്ക് വരില്ല. എങ്ങനെ അത് പറയണം എന്ന് നമുക്കറിയാത്ത കാരണം. അപ്പോൾ പിന്നെ ആ ടോക്ക് അവിടെ കട്ടായില്ലോ, വേറെ ഒന്നും പറയാനില്ലല്ലോ നമുക്ക്. എവിടെയെങ്കിലും ഏതെങ്കിലും ഷോപ്പിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഫ്രണ്ട്സ് ഇങ്ങനെ ഒരുമിച്ച് നടക്കണമെങ്കിൽ നമുക്ക് സങ്കടം വരും. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ആരും ഇല്ലല്ലോ എന്നുള്ള വിഷമത്തിനേക്കാളും കൂടുതൽ ഇനിയുള്ള നമ്മുടെ ലൈഫ് മുഴുവൻ ആരും ഉണ്ടാവില്ലല്ലോ എന്നുള്ള വിഷമമാണ് ഏറ്റവും കൂടുതൽ. നാട്ടിൽ ഞങ്ങൾ ഫ്രണ്ട്സും കസിൻസും ഒക്കെ കൂടി ഒന്ന് വർത്താനം പറയുമ്പോൾ എൻ്റെ അമ്മ പറയേ, ഈ പാതിരാത്രി മുഴുവൻ വളവളാന്ന് എന്തോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കണം, വല്ല കാര്യമുള്ള കാര്യമാണോ ഈ പറയണേന്ന്. ഇപ്പം ആലോചിക്കുമ്പോൾ അതൊക്കെയായിരുന്നു കാര്യമുള്ള കാര്യങ്ങൾ അല്ലേ. കഷ്ടപ്പെട്ട് ഈ കുട്ടി എന്തിനാ ഇവിടെ നിൽക്കണതിന് പൊക്കൂടെ എന്ന് നിങ്ങൾ ഇനി ചോദിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ പോവില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ.